ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്നേഹ. ഇന്ന് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ക്രിസ്മസ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് എൻ്റെ കോളേജല്ല സോറി, ഞാൻ കോളേജൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. ഇപ്പം സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും റെഡി ആയാൽ മാത്രമേ എനിക്ക് 7:30 ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളതാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവും. കളർ കോഡ് ഉണ്ട്, റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആണ് ഇടാനുള്ളത്. സോ നോർമലി എല്ലാവരും റെഡാണ് ചൂസ് ചെയ്യുക. സോ ഞാൻ വെറൈറ്റിക്ക് വൈറ്റ് പിടിച്ചിട്ടുണ്ട്. സോ ഈ ഒരു കോട്ടൺ അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ. പ്ലെയിൻ വൈറ്റ് ആണ്, പക്ഷെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. സോ ഞാൻ ഇതൊന്ന് ഇട്ടിട്ടാണ് ഡ്രസ്സ് വരുന്നത്. നല്ല രസമുള്ള നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഫുൾ സ്ലീവ് ആണ് വരുന്നത്. എനിക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു എന്താ പറയുക ഡിസൈൻ, ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഇവിടെ ഫുള്ള് ത്രെഡ് വർക്കാണ്, പക്ഷെ നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ ടോണറാണ് ഞാനിവിടെ എടുക്കുന്നത്. ഹിമാലയയുടെ ഒരു ടോണറാണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും നമ്മൾ കാണും. പക്ഷെ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നന്നായിട്ട് ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ. നോർമൽ ഒരു മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര ഹെവി മേക്കപ്പ് ഒന്നുമല്ല, നോർമൽ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ വേറെ ഉണ്ട്. സോ ഇതിൻ്റെ സെക്കൻഡ് ചാനലാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്നല്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് വീഡിയോ അല്ല. അടുത്തതായിട്ട് മോയ്സ്ചറൈസർ. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. ഇത് ഏകദേശം തീരാറായത്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പെട്ടെന്നൊരു ചേഞ്ച്, നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒരിങ്ങനെ എന്താ പറയാന്ന് അറിയില്ല, ഒരു ഭയങ്കര ഒരു ബ്ല പോലെ ആവും. അങ്ങനെയാണ് എൻ്റെ കുറച്ച് ഡ്രൈ സ്കിൻ ആണ്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് കുറച്ചൊന്ന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആവും, നമുക്ക് അറിയാൻ പറ്റും. വളരെ കുറച്ചെടുത്താൽ മതി. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് കുറച്ച് ടൈം വെക്കണം മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ. എനിക്ക് സ്കിൻ കെയർ ചെയ്തിട്ട് ഉടനെ മേക്കപ്പ് ചെയ്താൽ പെട്ടെന്ന് മുഖം ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്ന പോലെ തോന്നാറുണ്ട്. സോ അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ ചെയ്തതിന്, അതായത് ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്നും പിടിക്കും. ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഞാൻ റെസ്റ്റ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഭയങ്കരമായിട്ട് കറുത്ത പോലെ ആവും. എൻ്റെ ഫേസിന് അങ്ങനെയാണ്, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. സോ അതുകൊണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ മോയ്സ്ചറൈസർ ആയിട്ടുണ്ട്. കുറച്ച് അടുത്തോട്ട് ഇരുന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. സോ കുറച്ചുകൂടെ അടുത്തോട്ട് ഇരുന്ന് സൺസ്ക്രീൻ, ഞാൻ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെ സൺസ്ക്രീൻ. എനിക്ക് ഡോട്ട് ആൻഡ് കീയുടെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പ്രോഡക്റ്റ്സ് ആണ്, കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും നല്ല നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അവരുടേത്. സോ ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ടൊരു വാട്ടർ ബേസ്ഡ് സൺസ്ക്രീൻ ആണ്. നമ്മൾ കുറച്ച് പെട്ടെന്ന് തീരും കേട്ടോ. ഇതൊരു 500 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. 595 ആണ്. പക്ഷെ ഇത് യൂസ് ചെയ്ത് കുറച്ച് പിന്നെ വാങ്ങിയിട്ട് 1 വീക്ക് എന്തോ ആയതുള്ളൂ. ഇത് ഏകദേശം ഹാഫ് ബോട്ടിൽ ആവാറായി. സോ പെട്ടെന്ന് തീരുന്നൊരു സൺസ്ക്രീൻ ആണിത്. ശരിക്കും ഒരു 2 ഫിംഗർ റോളിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ 2 ഫിംഗർ റോള് നോക്കത്തില്ല, പക്ഷെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഇടും കേട്ടോ. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. സോ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ കാജലായിട്ട് എടുക്കുന്നത് മേബിളിൻ്റെ ഒരു കാജലാണ്. ഞാൻ ലൈറ്റ് ആയിട്ട് കാജൽ ഇടാറുള്ളൂ, കാരണം എനിക്ക് കാജൽ അങ്ങനെ ചേരില്ല. സോ ഈ ഒരു ലൈറ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ഇടുക. എനിക്ക് നോർമലി കാജൽ അങ്ങനെ ചേരാറില്ല. സോ ഇന്നിപ്പോൾ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നതന്നേ ഉള്ളൂ. നമുക്ക് ഐബ്രോസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്ന മാസിൻ്റെ തന്നെ ഐബ്രോ പെൻസിലാണേ. സോ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം. സോ ആദ്യം തന്നെ നമ്മളൊന്ന് ചിക്കി കൊടുക്കാം. സോറി, ഫേസിലൊക്കെ കുറച്ച് പാടുകളുണ്ട് കേട്ടോ. സോ അതെനിക്കൊരു ഡ്രൈനെസ് കാരണം വന്നതാണ്. സോ ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. സോ ഫസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് വരച്ചു കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ പെൻസിലാണ്. ഭയങ്കര നാച്ചുറൽ ലുക്കാണ് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ.
ഞാനിവിടെ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കും, ഫില്ല് ചെയ്ത് കൊടുക്കും. ഞാൻ എക്സ്ട്രാ ഒന്നും വരയ്ക്കില്ല, ജസ്റ്റ് ബാക്കി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. റോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ലൈറ്റായിട്ടേ ചെയ്യാറുള്ളൂ. ഒരുപാട് നമ്മൾ യൂസ് ചെയ്തതിന് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് തോന്നും. സോ അതുകൊണ്ട് വളരെ കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ. ലിപ്സ് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്, നമുക്കൊരു ലിപ് ബാം യൂസ് ചെയ്യാം. സോ ആദ്യം തന്നെ ഹിമാലയയുടെ ഒരു ലിപ് ബാം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ചിട്ട് കൊടുത്താൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് മെബലൈൻ്റെ തന്നെ ഒരു ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാം. വേണ്ട, ഇതിൽ വെക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ കുറച്ച് നമ്മൾ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കളർ ചേഞ്ച് നല്ലോണം അറിയാൻ പറ്റും. എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ബ്ലെൻഡർ ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര അടിപൊളിയായിട്ടോ ഈ ബ്ലെൻഡർ. നോർമലി നമ്മൾ ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഇതാകുമ്പം എക്സസീവ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും എടുത്ത് കളയുകയും ചെയ്യും. നമുക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രമേ നമ്മുടെ ഫേസിൽ ഉണ്ടാവുള്ളൂ. സോ ഇപ്പം കണ്ടില്ലേ, കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന വൈറ്റ് സ്പോട്ട്സ് ഒക്കെ കുറച്ച് ഇവിടെ ഉണ്ട്, അവിടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കും, അതൊക്കെ കവർ ആവും നല്ലോണം. പിന്നെ അടുത്ത് നമുക്ക് ഐ ഷാഡോ ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് മാസിൻ്റെ ഐ ഷാഡോ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവർ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു സ്കിൻ കളർ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ചൊരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കവർ ആവും. മാത്രമല്ല നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഐ ഷാഡോ കുറച്ച് നന്നായിട്ട് നിൽക്കും കേട്ടോ. സോ ഫുള്ള് ബേസ് ആയിട്ട് ഇത് ആഡ് ചെയ്യും. കുറച്ചൊന്ന് നട്ട് കൊടുക്കാം. അത് മാത്രമല്ല പിന്നെ നമ്മുടെ ഐലൈനർ സ്പ്രെഡ് ആവത്തുമില്ല. സോ അതുകൊണ്ട് കുറച്ച് ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ, ഈ ഒരു ഷിമ്മറി ഷെയ്ഡാണ്. കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇത് ഷിമ്മറി അല്ല, നോർമൽ ആയിട്ടുള്ളൊരു ഐ ഷാഡോയുടെ കളറാണ്. സോ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടത്. എനിക്കല്ലാതെ ചെയ്യാനുള്ള ടൈം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസിഷൻ പോലെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇല്ല, ടൈം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചെയ്യുകയാണ്. ഇപ്പം തന്നെ ടൈമായി. ഇനി ലാസ്റ്റ് ഞാൻ ഈ ഒരു ഗോൾഡനും കൂടെ ഇട്ട് കൊടുക്കും. അത് മിഡിലായിട്ട് കുറച്ചൊരു, അയ്യോ കൂടിപ്പോയെന്ന് തോന്നുന്നത്. എനിക്കിതാണ് ടെൻഷനിൽ ചെയ്യുമ്പോൾ കളാവും. കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. സോ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഹൈലൈറ്റർ ഇടണം, പിന്നെ ലിപ്സ്റ്റിക് ഇടണം. അതോടെ ഫേസിൻ്റെ പരിപാടി കഴിഞ്ഞു. സോ ഞാനിപ്പോൾ ഫസ്റ്റ് ഇപ്പം ലിപ്സ്റ്റിക് ഇടാട്ടെ. അപ്പം ഇതിന് എടുക്കുന്നത് ഏത് ലിപ്സ്റ്റിക്കാന്നുള്ളത് ഞാൻ മറന്നുപോയി. ഐ തിങ്ക് ഇൻസൈറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ, ബ്രൗണിഷ് എന്തോ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണിത്. കണ്ടില്ലേ, ഇത് കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കും, പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോഴേക്ക് കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആണ്. സോ നമുക്ക് ഇതൊന്ന് കുറച്ച് ഡാർക്കാക്കി എടുക്കണം. അതിന് ഞാൻ വേറൊരു ഷെയ്ഡും കൂടി ഇട്ട് മിക്സ് ചെയ്യും. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ബ്രൗൺ കളർ ആണ് കേട്ടോ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കാര്യം ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ കുറച്ചൊന്ന് ഡള്ളായിട്ടുണ്ട്. സോ അതാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ഹൈലൈറ്റർ. ബ്ലഷ് ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയൊരു ബ്ലഷാണ് കേട്ടോ.
കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച്, ഞാൻ വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ എടുക്കുന്നതൊക്കെ കൂടുതലാവാറുണ്ട് ഗൈസ്, എന്താണെന്ന് എനിക്കറിയാറില്ല. സമയം ഒരുപാടായി. സോ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇടുന്നത് ഹൈലൈറ്റർ ആണ് കേട്ടോ എടുക്കണത്. ഹൈലൈറ്റർ ആയിട്ട് ഞാൻ മാസിൻ്റെ ഗ്ലോസ് ഇല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ വെറുതെ കാണിച്ച് പോവാണ്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡും ഈ ഒരു ഷെയ്ഡും ആണ് കേട്ടോ. ഈ ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട്, എനിക്ക് ഈ ഒരു 2 ഷെയ്ഡാണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രഷൊക്കെ വെച്ചാണ് ചെയ്യേണ്ടത്, എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പിങ്കും കൂടെ ഇട്ട് കൊടുക്കും. ഒരു ഗ്ലോ വന്നുണ്ടോ, നല്ല ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഇത്. ഇതിലാകുമ്പോൾ നമുക്ക് എല്ലാ ഷെയ്ഡ്സും നമുക്ക് നല്ലതായിട്ട് കിട്ടും. ഞാൻ ഈ 2 ഷെയ്ഡ്സാണ് നോർമലി എടുക്കാറ്. ഈ ഗോൾഡൻ ഷെയ്ഡ് അടിപൊളിയാണ്, എല്ലാ ഷെയ്ഡ്സും അടിപൊളിയാണ്. പക്ഷെ എൻ്റെ ഫേസിന് ഈ 2 ഷെയ്ഡാണ് നന്നായിട്ട് പോകുന്നത്, എൻ്റെ ഒരു സ്കിൻ ടോണ്. മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അടിപൊളി സാധനം കാണിച്ചു തരാം. ഈ ഒരു ഇയറിങ്സ് കണ്ടില്ലേ, നല്ല രസമില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല രസമുള്ള ഒരു ഇയറിങ്സ് ആണ് ഇത്. ചില റേറ്റ് ഒന്നും കാണാതെ, പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. സോ ഇതാണ് ഈ ഒരു ഇയറിങ്സ്, ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഗൈസ്, മാത്രം ഫോക്കസ് ആവുന്നില്ല. സോ ഇത് ഭയങ്കര ഇഷ്ടമായി നമുക്കിത്, നല്ല രസമാണ്, നോക്കി ഭയങ്കര ഒരു ഭംഗിയുണ്ട്. സോ ഇതിൻ്റെ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അയ്യോ സോറി, ഞാനൊരു കാര്യം ഇടാൻ മറന്നുപോയി കേട്ടോ, മസ്കാര ഇട്ടിട്ടില്ല. മസ്കാര മെബിലൈൻ്റെ മസ്കാരയാണ്, അടിപൊളി മസ്കാരയാണ് കേട്ടോ. സോ ഇതും കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലുക്ക് ആയിട്ടുണ്ട്. മസ്കാര ഇട്ടിട്ടുണ്ട്. ക്ലോസപ്പിലൊന്ന് മേക്കപ്പ് കാണിച്ചു തരാം. ഇനി നമുക്ക് ഹെയറും കൂടെ ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗോൾഡൻ വാച്ച് ഈ ഒരു വൈറ്റിൻ്റെ അവിടെ നന്നായിട്ട് ഹെയർ ചെയ്യുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പാർട്ടെന്ന് പറയുന്നത്. അകത്ത് പോയി കണ്ണാടി പോയി റെഡി ആയിട്ട് ഞാൻ വന്ന് കാണിച്ചു തരാം. ഞാനൊന്നും ചെയ്തില്ല, ജസ്റ്റ് 2 ക്ലിപ്പ് വെച്ച് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. ആക്ച്വലി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കെട്ടി വെക്കണം, സോ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹെയർ വെച്ചിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഡ്രസ്സിൻ്റെ ഫുള്ള് കാണാം കേട്ടോ. കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു വൈറ്റ് പോലെയാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.